വെൽക്കം ബാക്ക് ടു പി എസ് വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഞങ്ങളിന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് പോണത് ഗുണ്ടൽപേട്ട് എന്നുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ. സൂര്യകാന്തി പാടവും ജമന്തി പാടവും ഒക്കെ ഉള്ള നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. മുമ്പ് പോയിട്ടുണ്ട്, പക്ഷെ അന്ന് ഇങ്ങനെ പാടം കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് എണ്ണ അടിക്കാനാട്ടോ. വണ്ടി വെറുതെ പോവില്ലല്ലോ. അപ്പോൾ എണ്ണ അടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ യാത്ര തുടങ്ങുകയാണേ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ രാവിലത്തെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ പുറത്തുനിന്ന് ആക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾ കനോലി പ്ലോട്ട് എത്തിട്ടോ. അവിടെ പോകുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാൻ. അതുവഴി യാത്ര ചെയ്യാനൊക്കെ നല്ല രസമാണ്. നല്ലൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതിനിടയിൽ അപ്പൂന് നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞിട്ടോ. അതാണ് കേട്ടോ ഫേസ് ഇങ്ങനെ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ കണ്ടൊരു ഹോട്ടലിൽ കയറി കേട്ടോ. അത് ആ ചുരത്തിൻ്റെ അവിടെയുള്ള ഹോട്ടലാണ്. അപ്പോൾ അവിടെ കയറിയിട്ട് അപ്പോൾ ഞങ്ങൾ പൊറാട്ടയും ബീഫുമാണ് കേട്ടോ കഴിച്ചത്. കുറച്ച് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ കയറിയപ്പോഴാട്ടോ അവളൊന്ന് ഓണായത്. നല്ല വിശപ്പുണ്ടായിരുന്നു, പാവം, നേരത്തെ പോകുന്നതല്ലേ. അപ്പോൾ അതാ പൊറാട്ടയും ബീഫൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് തന്നെ വേഗം കഴിച്ചു കേട്ടോ. പിന്നെ ചുരം കയറാനുള്ളത് കൊണ്ട് തന്നെ പിന്നെ സുത്തേട്ടത് ആ ബില്ല് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് മിഠായി വേണമെന്ന് പറഞ്ഞിട്ടിപ്പോൾ അവിടുന്ന് ബൂമർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2 വേറെ മിഠായി വാങ്ങിച്ചു. പിന്നെ പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. ഞങ്ങൾ പോകുമ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു പുറത്ത്. അപ്പോൾ കുറച്ച് അങ്ങോട്ട് ചുരം കയറി പോയപ്പോൾ നല്ല കോട കണ്ടു കേട്ടോ. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. ചിലപ്പോഴൊക്കെ ഇങ്ങനെ കോട കിട്ടുള്ളൂ. അപ്പോൾ ഒരു സ്ഥലത്ത് ഞങ്ങൾ വണ്ടി സൈഡാക്കിയിട്ട് അവിടെ നിന്ന് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. കുറച്ച് മേലേക്ക് കയറിയപ്പോൾ അപ്പോൾ ഇതാ ഞങ്ങളിതാ ഫോറസ്റ്റിലേക്ക് എൻട്രി ചെയ്യാൻ പോവാണ് കേട്ടോ. മൃഗങ്ങളൊക്കെ കാണണേ എന്നുള്ള ഒരു ഇതിലാണ് പോണത്. നമ്മളിതാ ഫോറസ്റ്റിലേക്ക് ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ നമ്മളെപ്പോഴും കാണുന്ന മാൻകുട്ടന്മാരെ കണ്ടുട്ടോ. മാനിനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കൊമ്പുള്ളതും കൊമ്പില്ലാത്തതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ അതിനെ കൈയിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ഞങ്ങളങ്ങനെ നോക്കുകയാണ് കേട്ടോ. കുറേ മാൻകുട്ടങ്ങളെ കണ്ടു. നല്ല ഭംഗിയുള്ള മാന്, കസ്തൂരി മാനാണ്. പിന്നെ കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ മയിലിനെ കണ്ടുട്ടോ. മയിലിപ്പോൾ നമ്മളെ നാട്ടിലും സർവ്വസാധാരണമായിട്ട് പാടത്തൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ. എന്നാലും അവിടെ നിന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. പീലിയുള്ള മയിലാട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. എപ്പോഴോ അപ്പൂൻ്റെ കാലം ഒരു ചെറിയ മുറിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ഇങ്ങനെ അതിന്മേൽ നോക്കിയിട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് മാറും എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഭയങ്കര സങ്കടം, മുറി വലുതാവോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ. പിന്നെ സിംഹവാലൻ കുരങ്ങനെ കണ്ടു കേട്ടോ. അതിൻ്റെ മുഖമൊക്കെ നോക്കുമ്പോൾ ശരിക്കൊരു മനുഷ്യൻ ഇങ്ങനെ ഇരിക്കണ പോലെ. അപ്പോൾ അതിനെ കണ്ടു. അത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അതിനങ്ങനെ കാണലില്ല. കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്താണ്.
പിന്നെ ഒരു കാട്ടുപോത്തിനെ കണ്ടിട്ട് ഒന്നല്ല 3 ഉണ്ടായിരുന്നു കാടിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതിനെ കണ്ടപ്പോൾ എന്തായാലും ഒന്ന് പേടിച്ചിട്ടോ. എനിക്കാനിങ്ങനെ പറയുന്നതായിരുന്നു കേൾക്കുന്ന അപ്പു ഞാനൊക്കെ പറയുന്നത്. പിന്നെ ഈ മരം കണ്ടു കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ളൊരു മരമായിരുന്നു. അതിൻ്റെ യെല്ലോ കളറും ഉണ്ടായിരുന്നു, പിന്നെ മഞ്ഞ ഉണ്ടായിരുന്നു. അപ്പോൾ പൂത്ത് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പോവുകയാണ്. പിന്നെ ഇങ്ങനെ പോന്നപ്പോൾ ഒരു ആനേനെ കണ്ടു കേട്ടോ. ഒറ്റക്കൊമ്പനാണ്. അപ്പോൾ അതങ്ങനെ തിരിച്ചിങ്ങനെ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ പേടിയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ഇങ്ങനെ അതിലിങ്ങനെ നോക്കി നിന്നു. അങ്ങോട്ട് പോകുന്നതായതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല. അപ്പോൾ അതിനെ കണ്ടു. കുറേ മൃഗങ്ങളെ കണ്ടു കേട്ടോ. ഇങ്ങനെ കാണാറില്ല, മാനിനെയൊക്കെയാണ് എപ്പോഴും കാണാറ്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കാട്ടുപോത്ത് ഇതിനൊക്കെ കാണുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ ഞങ്ങൾ പൈനാപ്പിളും മാങ്ങയും വാങ്ങിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിച്ചു. പിന്നെ നമ്മൾ സ്ഥിരം കുരങ്ങൻകുട്ടനെ കണ്ടു കേട്ടോ. അത് പിന്നെ എപ്പോൾ പോവുകയാണെങ്കിലും കാണാറുണ്ട്. പിന്നെ ഞങ്ങളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു കേട്ടോ. വഴിയിൽ കുറേ കുരങ്ങൻകുട്ടികളുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഗുണ്ടൽപേട്ട എത്താൻ നേരത്ത് പപ്പായ കണ്ടുട്ടോ ഞങ്ങൾ. നല്ല മധുരമുള്ള പപ്പായയാണെന്ന് പറഞ്ഞിട്ട് അവർ ടേസ്റ്റ് ചെയ്യാനൊക്കെ തന്നു. അപ്പോൾ 2-3 ഞങ്ങൾ വാങ്ങിച്ചിരുന്നു. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഉണ്ട് കേട്ടോ. അത് വാങ്ങിയില്ല, പപ്പായ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ അവിടുന്ന് മഴ പെയ്തപ്പോൾ ഞാനിങ്ങനെ കയറി നിന്നു കേട്ടോ. അപ്പുറത്ത് തന്നെ ഒരു ഷെഡ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ കയറി നിന്നു. അപ്പോൾ സുത്തായിട്ട് അങ്ങനെ നോക്കി വാങ്ങാം കേട്ടോ മധുരമുള്ളതൊക്കെ. അപ്പോൾ വാങ്ങിച്ച് ഞങ്ങൾ പോവാണ്. അപ്പോൾ ഞങ്ങൾ ഗുണ്ടൽപേട്ട എത്തിയിട്ടോ. സൂര്യകാന്തിപ്പാടം നല്ല ഭംഗിയുണ്ടായിരുന്നു, പൂത്ത് നിൽക്കുന്നത് കാണാൻ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. എൻട്രി ഫീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാലാവസ്ഥ നല്ല അനുകൂലമായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറേ ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ എടുക്കാൻ പറ്റി. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ. പിന്നെ നല്ലൊരു കാറ്റുണ്ടായതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു അവിടെ നിൽക്കാൻ. അവിടെ പോരാനേ തോന്നുന്നില്ല. പിന്നെ അവിടെ തന്നെ ജമന്തിൻ്റെ അതുണ്ടായിരുന്നു കേട്ടോ. അപ്പുറത്ത് സൂര്യകാന്തിയും രണ്ടും കൂടിയാണ് പാടം. പിന്നെ തിരിച്ച് വരാൻ നേരത്ത് ഞങ്ങൾ ചെറിയുള്ളി കണ്ടു കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നല്ല വിലയായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കുറച്ച് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അവിടെ നല്ല ലാഭം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ഒരാൾ കേട്ടോ, അയാളുടെ നിന്ന് ഞങ്ങൾ കുറച്ച് ചെറിയുള്ളി വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ വേഗം തന്നെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. ഇനി ലേറ്റായ ചുരമൊക്കെ ഇറങ്ങേണ്ടതല്ലേ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടെന്നാലും വീട്ടിലെത്തിയപ്പോൾ നല്ല ലേറ്റായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.